ഹൈദരാബാദി വെജിറ്റബിൾ ദം ബിരിയാണി ഒരു പരമ്പരാഗത പാചകവിദ്യയാണ്. രുചികരവും സുഗന്ധവുമായ പച്ചക്കറികളാൽ സമ്പന്നമായത്. ഇത് വെജിറ്റേറിയൻ ഭക്ഷണപ്രേമികൾക്കും ബിരിയാണി ആരാധകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഹൈദരാബാദി ദം ബിരിയാണി വെജിറ്റബിൾസ്, നെയ്യ്, തൈര് എന്നിവ ചേർത്ത് ദം പാചക രീതിയിൽ തയ്യാറാക്കപ്പെടുന്നു. ഇതിനാൽ ഇത് പോഷകസമൃദ്ധവും സമ്പൂർണവുമായ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. അപ്പോൾ നമുക്ക് നല്ല പോഷക സമൃദ്ധമായ ഹൈദരാബാദി വെജിറ്റബിൾ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3/4 കിലോ ബാസ്മതി റൈസ് ഉപയോഗിച്ചാണ് ഞാനിന്ന് വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അരി നല്ലതുപോലെ കഴുകി 1 മണിക്കൂർ നനയ്ക്കാൻ വെക്കാം. അരി കുതിരുന്നത് വരെ നമുക്ക് ബിരിയാണിയുടെ മറ്റ് പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബ്രൗൺ ഓണിയൻ റെഡിയാക്കാം. ഇതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ്. 400 ഗ്രാം വലിയ ഉള്ളി വളരെ നൈസായി സ്ലൈസ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി പെർഫെക്റ്റായി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് ഉള്ളിയെ വാർത്തെടുക്കാം. എക്സസ് ഓയിൽ ഒബ്സർവ് ചെയ്യാനായി ഒരു ടിഷ്യൂ പേപ്പറിൽ ഉള്ളിയെ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത്. എണ്ണയൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പച്ചക്കറികൾ നമുക്ക് ആഡ് ചെയ്യാം. 300 ഗ്രാം ബീൻസ്, 200 ഗ്രാം ഗ്രീൻ പീസ്, 300 ഗ്രാം ക്യാരറ്റ്, കോളിഫ്ലവറും ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ആണ്. പച്ചക്കറികളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത്. നന്നായി ബീറ്റ് ചെയ്തെടുത്ത തൈര് 1 കപ്പ്, കുറച്ച് സാഫ്രോൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പച്ചമുളക് 1 ടീസ്പൂൺ, കുറച്ച് പച്ചമുളക് മിക്സിയിലിട്ട് അരച്ചതിൻ്റെ പേസ്റ്റാണ്, 2 ടീസ്പൂൺ ഷാജീരകം, പൊടിച്ച ഏലക്കയുടെ പൗഡർ 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇതുപോലെ കൈകൊണ്ട് ക്രഷ് ചെയ്തതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ ചേർക്കാൻ പോകുന്നത് ബരിസ്ത ബ്രൗൺ ഓണിയൻ 1 കപ്പോളം ഇതിലേക്ക് ചേർക്കണം. കുറച്ച് ബരിസ്ത ഞാൻ എടുത്തു വെക്കുകയാണ് ലാസ്റ്റ് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ. ഒരു പിടി നിറച്ച് കൊത്തമല്ലി വളരെ ചെറുതായി അരിഞ്ഞത്, അതുപോലെ പുതിന വളരെ ചെറുതായി അരിഞ്ഞത് 1 പിടി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് എണ്ണ. ഉള്ളി വറുത്ത എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 കപ്പ് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളി വറുത്ത എണ്ണ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ബിരിയാണിക്ക് കൊടുക്കുക. ഇനി ഈ എല്ലാ മസാലകളെയും പച്ചക്കറികളെയും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ഇനി അരി വേവിക്കാനായി നമുക്കൊരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കണം. വെള്ളം ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ബേ ലീഫ്, ജാതിക്കയുടെ പൂവ് 1 പീസ്, 2-3 പട്ട, 5 ചെറിയ ഏലക്ക, 7 ഗ്രാമ്പൂ, ഉപ്പ് 4 ടേബിൾ സ്പൂൺ. ഉപ്പ് നമുക്കിവിടെ കുറച്ച് ജാസ്തി ചേർക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉപ്പ് തോന്നിക്കണം, എന്നാലേ അരിയിലേക്ക് നല്ലതുപോലെ ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4-5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ്. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി വെള്ളം നല്ലതുപോലെ തിളയ്ക്കാൻ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം കഴുകി നനയ്ക്കാൻ വെച്ചിരുന്ന ബാസ്മതി റൈസ് വെള്ളമെല്ലാം നന്നായി വാർത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അരി ഇട്ടതിന് ശേഷം കുറച്ച് കൊത്തമല്ലിയും കുറച്ച് പുതിനയും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറി കൊടുക്കാം. അരി വേവുന്നത് വരെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ കൂടി ചെയ്യാനുണ്ട്.
ഒരു ബൗളിൽ 1/2 ടീസ്പൂൺ ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് വെക്കാം. വേറൊരു ബൗളിൽ കുറച്ച് പാലിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം. അരി ഇതുപോലെ ഒരു 60% കുക്കായതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബിരിയാണിയുടെ പാത്രം സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് 60% കുക്കായിട്ടുള്ള ബാസ്മതി റൈസ് വാർത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസ് ഈ പച്ചക്കറിയുടെ മുകളിൽ ഇതുപോലെ വിതറി കൊടുത്താൽ മതി. അമർത്താൻ പാടില്ല. അമർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അരിയുടെ ഷേപ്പൊക്കെ മാറിപ്പോകും. ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ പച്ചക്കറിയുടെ മുകളിൽ വിതറി കൊടുക്കാം. അരിയോടൊപ്പമുള്ള ഗരം മസാലകൾ നമുക്ക് എടുത്തു മാറ്റാം. അരിയെല്ലാം ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി എടുത്തു വെച്ചിരുന്ന ബരിസ്ത ഇതിലേക്ക് വിതറി കൊടുക്കാം. കുറച്ച് പുതിനയും ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. ഇനി ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായി 1/2 കപ്പ് നെയ്യ് മടിയില്ലാതെ തന്നെ ചേർത്തി കൊടുക്കുക. പിന്നെ പാലും മഞ്ഞളും ചേർത്തിട്ടുള്ള മിക്സ്ചർ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊരു നല്ല കളറും നല്ലൊരു ഫ്ലേവറും ബിരിയാണിക്ക് കൊടുക്കും. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കളറ് അതും ഇതിലേക്ക് ചേർക്കുകയാണ്. അലുമിനിയം ഫോയിൽ കൊണ്ടാണ് ഞാനിവിടെ ബിരിയാണിയുടെ പാത്രത്തിന് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. നന്നായി കവർ ചെയ്ത് സൈഡിലൊക്കെ നന്നായി ക്ലോസ് ചെയ്തതിന് ശേഷം ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യാം. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ മാവ് കൊണ്ടും ബിരിയാണിയുടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കവർ ചെയ്തിട്ട് ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ബിരിയാണിയുടെ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു കനമുള്ള തവ വെച്ചിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ ഈ പാത്രത്തിന് വെച്ച് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. ഇനി വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 40 മിനിറ്റ് നമുക്ക് ഈ ബിരിയാണി ദം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രമേ ബിരിയാണിയുടെ പാത്രം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാ ഫ്ലേവറും നല്ലതുപോലെ ബിരിയാണിയുടെ അരിയിലൊക്കെ പറ്റിപ്പിടിക്കാനാണ് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ബിരിയാണിയുടെ പാത്രം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഹൈദരാബാദി വെജിറ്റബിൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്തിട്ടുണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് പച്ചക്കറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതും പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു സുഗന്ധമാണ് ഈ ബിരിയാണിയിൽ നിന്ന് നമുക്ക് കിട്ടുക. നല്ല ആരോഗ്യകരമായ ഹോം മെയ്ഡ് ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ചൂടോടെ സെർവ് ചെയ്യാം. ഹൈദരാബാദി ദം ബിരിയാണി ഞാൻ സെർവ് ചെയ്യുന്നത് മിർച്ചിക്ക സാലൻ്റെ ഒപ്പമാണ്. മിർച്ചിക്ക സാലൻ ഒരു വെറൈറ്റി കൂട്ടാനാണ്. ഇത് സെർവ് ചെയ്യുന്നത് ബിരിയാണികളോടൊപ്പം പൊലാവിൻ്റെ ഒപ്പമൊക്കെയാണ് ഹൈദരാബാദിൽ സെർവ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ മിർച്ചിക്ക സാലൻ്റെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹൈദരാബാദി വെജ് ബിരിയാണി ഞാൻ സെർവ് ചെയ്തത് റൈസ് ഖീറിൻ്റെയും മിർച്ചിക്ക സാലൻ്റെയും ഒപ്പമാണ്. ഇതൊരു അടിപൊളി വെജിറ്റേറിയൻ റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരുപാട് ഷെയർ ചെയ്യുക. വീഡിയോയെ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.